മനുഷ്യൻ ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ച് ഏതൻ തോട്ടത്തിലാക്കി വെച്ചു. എന്നാൽ മനുഷ്യരിലേക്കെടിനാൽ കൽപ്പന ലംഘനത്താൽ പാപം ചെയ്ത ദൈവിക കൽപ്പനകളിൽ നിന്നും ദൈവിക പദ്ധതിയിൽ നിന്നും ദൈവിക അനുഗ്രഹത്തിൽ നിന്നും അന്യമായി പോയ മനുഷ്യനെ ദൈവത്തിലേക്കും ദൈവിക കൽപ്പനകളിലേക്കും ദൈവികമായ അനുഗ്രഹങ്ങളിലേക്കും തിരികെ മടക്കി വരുത്തുവാൻ കർത്താവ് യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നു. ഉണ്ടാകട്ടെ. ദൈവികമായ അനുഗ്രഹങ്ങളിൽ നിന്നും ദൈവികമായ പദ്ധതിയിൽ നിന്നും ദൈവത്തിൻ്റെതായ അനുഗ്രഹത്തിൽ നിന്നും അന്യമായ മനുഷ്യനെ ദൈവത്തിലേക്ക് അല്ലെങ്കിൽ അനുഗ്രഹത്തിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ, മാനവരാശിയെ മടക്കി കൊണ്ടുവരുവാൻ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വരുവാനിടയായി. മാനവരാശിയുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ഈ ലോകത്തിലേക്ക് കൊണ്ടുവരുവാനിടയായി. ഒരു മനുഷ്യനും തള്ളിക്കളയുവാൻ കഴിയാത്തതായ, ഒരു മനുഷ്യന് നിരസിക്കുവാൻ കഴിയാത്തതായ യേശു ക്രിസ്തുവിന്റെ ഈ ലോകത്തിലേക്കുള്ള ആഗമനം ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അല്ലെങ്കിൽ ആർക്കും തള്ളിക്കളയുവാൻ സാധിക്കാത്തതായ ഒരു വസ്തുതയാണ് യേശു ക്രിസ്തുവിന്റെ ഈ ലോകത്തിലേക്ക് വന്നു എന്നുള്ളത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അല്ലെങ്കിൽ കാലഘട്ടത്തെ വേണ്ടിയിരിക്കുമ്പോൾ കാലഘട്ടത്തിന്റെ നടുവിൽ യേശു ക്രിസ്തുവിന്റെ ഈ ലോകത്തിലേക്കുള്ളതായ